എല്ലാവർക്കും ഇന്ത്യൻ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇച്ചിരി ടൈം കൂടുതലാണ്. എന്താ വെച്ചാൽ നമ്മളിന്ന് വളരെ രുചികരമായ തലശ്ശേരി ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ബിരിയാണിക്ക് എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. 1/2 കിലോ ചിക്കൻ്റെ പ്രീ മാരിനേഷൻ ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒരു 3 സവാള, മീഡിയം സൈസ് സവാളയാണ് എടുത്തേക്കണേ. ഒരു 4 കഷ്ണം പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 4 വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് ടൊമാറ്റോ, ഒരു നാരങ്ങ, തൈര് എടുക്കുന്നുണ്ട് നമ്മൾ, പിന്നെ ഇലകൾ നമ്മൾ പുതിനരിയും കൊറിയാണ്ടർ എടുക്കുന്നുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല. ഡീറ്റെയിൽ ആയ റെസിപ്പി ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കൈമ റൈസാണ്. 1/2 കിലോ റൈസാണ് എടുത്തേക്കണേ. റൈസ് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: 2 ബേ ലീഫ്, സിനമൺ വാങ്ങിക്കുമ്പോൾ നോക്കി തന്നെ വാങ്ങിക്കണം. ഇങ്ങനെ പേപ്പറിനേക്കാൾ ഇച്ചിരി തിക്നെസ് ഉള്ളതായിരിക്കും സിനമൺ, അതിൻ്റെ കട്ടിക്കുള്ളതെങ്കിൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. പിന്നെ നമുക്കൊരു 4 ഏലക്ക വേണം, ഗ്രാമ്പൂ ഒരു 4 ഗ്രാമ്പൂ, പിന്നെ ഒരു സവാള. ഇനി ദം ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം. ഫ്രഷ് ലീവ്സാണ് നമുക്ക് വേണ്ടത്. ലീവ്സ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുമാതിരി തലശ്ശേരി ദം ബിരിയാണിയുടെ മസാല, ടർമറിക് പൗഡർ, റോസ് വാട്ടർ, കുറച്ച് നട്ട്സ്, ഒരു സവാള. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ബിരിസ്തയാണ്. ഇതിനെ ബിസ്ത എന്നും പറയും ചിലർ. ഇത് വേറെ ഒന്നല്ല, നമ്മുടെ ഓനിയൻ ഫ്രൈ ചെയ്യണ പ്രോസസ്സിനെയാണ് നമ്മൾ ബിരിസ്ത എന്ന് പറയണത്. ഫ്രൈഡ് ഓണിയൻസ് ഉണ്ടാക്കുന്നത് എപ്പോഴും ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ മുമ്പേ പ്രിപ്പയർ ചെയ്ത് വെക്കാവുന്നതാണ്. ഫ്രൈ ചെയ്തിട്ട് അത് നല്ലോണം തണുത്ത് കഴിയുമ്പോൾ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ എടുത്ത് വെച്ചാൽ മതി. അവിടെ ഇരുന്നോളും, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരുന്നോളും. അതേമാതിരി ഈ ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്ത ഓയിൽ കൊണ്ട് നമുക്ക് ബിരിയാണിക്കോ അല്ലെങ്കിൽ നമ്മളെ റൈസ് ആ ഓയിൽ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. അതേപോലെ ബിരിസ്തയ്ക്ക് ഓണിയൻ സ്ലൈസ് ചെയ്യുമ്പോൾ തിന്നായിട്ട് സ്ലൈസ് ചെയ്യുക, ഒരേ സൈസിൽ സ്ലൈസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോൾ ചിലത് പെട്ടെന്ന് കരിഞ്ഞു പോവും, ചിലത് ഫ്രൈ ആയിട്ടും ഉണ്ടാവില്ല. ഈ ഫ്രൈഡ് ഓണിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഫ്ലേവറാണ് തലശ്ശേരി ബിരിയാണിയുടെ ആ ഒരു സ്പെഷ്യാലിറ്റി. ഞാനിപ്പോൾ 4 ഓണിയനും സ്ലൈസ് ചെയ്ത് ഫ്രൈ ചെയ്യാണ്. അതിൽ 3 എണ്ണം കറിക്ക് വേണ്ടിയിട്ടുള്ളതും 1 എണ്ണം നമ്മൾ ദം ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനാണ്. സവാളയുടെ തൊണ്ട് പൊളിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഒക്കെ അതിൽ ബ്ലാക്ക് സ്പോട്ട്സ്, കറുത്ത ചെറിയ പൊടി മരമൊക്കെ ഉണ്ടാവാറുണ്ട്. അത് ഫംഗസ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നല്ലോണം കഴുകിയിട്ട് വേണം അത് ഉപയോഗിക്കാൻ. കട്ടിയെടുക്കുമ്പോൾ കത്തിക്ക് നല്ല മൂർച്ചയിട്ടെന്നും കൂടി ശ്രദ്ധിക്കണം. ഓണിയൻസ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ടിട്ട് ഞാൻ നല്ലോണം നിരട്ടി വയ്ക്കുകയാണ്. അപ്പോൾ ഇതിന് വെള്ളം ഒറിഞ്ഞു പോവും. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഓണിയൻസ് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്ത് കിട്ടും. ഇതപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഞാൻ ഫ്രൈ ചെയ്യാൻ പോവാണ്. ഫ്രൈ ചെയ്യുമ്പോൾ ഓയിലിന് നല്ല ചൂടുണ്ടാവണം. എണ്ണ ചൂടായാൽ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് ഓനിയൻ ഞാൻ ഇട്ടിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് വേണം നമ്മുടെ ഓനിയൻസ് ആഡ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് തിളച്ച് പോവും. നമ്മുടെ വേറെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടോ? ചാനലിൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. സവാള ഇട്ടു. ഇത് ഫസ്റ്റ് ഒരു ഹാഫ് കുക്ക് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. അത് കഴിഞ്ഞാൽ അത് പെട്ടെന്നാവും. ഇതിൻ്റെ ഫ്ലെയിം ഒരു മീഡിയം ഹൈ ആക്കാൻ പോവാണെങ്കിൽ അത് കഴിഞ്ഞാൽ നമുക്ക് ഇത് വറുത്ത് കോരാനുള്ള പാത്രവും റെഡിയാക്കി വയ്ക്കാം. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓനിയൻ ഫ്രൈ ചെയ്തെടുക്കണം. ആ ഓയിൽ, അത് ഓനിയൻ്റെ ആ ഫ്ലേവറൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ബിരിയാണി ഉപയോഗിക്കുമ്പോഴോ ബിരിയാണിക്കോ നമ്മുടെ തലശ്ശേരി ബിരിയാണിയോ അല്ലെങ്കിൽ ഏതെങ്കിലും റൈസ് കുക്ക് ചെയ്യണമെങ്കിൽ ഈ ഓയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് കാർബണൈസ് ആവണില്ല ഓയിൽ, അത് കാരണം ഹെൽത്ത് ഇഷ്യൂസ് വരണമെന്നും പേടിക്കണ്ട. ഫ്രൈഡ് ഓനിയൻ യൂസ് ചെയ്തിട്ട് കുറേ ഡിഷസ് ഉണ്ട്. അതിൽ ചിലത് ടേസ്റ്റി ആയിട്ടുള്ളത് വൈകാതെ അപ്ലോഡ് ചെയ്യാം. നേരത്തെ നമ്മൾ ഉപ്പിട്ട് നിരടി വെച്ചതുകൊണ്ട് നമ്മുടെ ഓനിയൻസ് സാധാരണ ഫ്രൈ ആവണേക്കാളും വേഗമാവും. ഇപ്പോൾ ഇത് നമ്മുടെ ഓനിയൻസ് ഒരുവിധം ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ടെമ്പറേച്ചർ ഇനി കുറച്ച് വെക്കാം. അതായത് പെട്ടെന്ന് ഇനി സവാള ഫ്രൈ ആയിപ്പോവും. ഇപ്പോൾ നമ്മുടെ ഓനിയൻസിൻ്റെ കളർ മാറി തുടങ്ങി നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്.
ഈ ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ തന്നെ നമുക്കത് വാരി കോരാം. ഇത് ഇരുന്നിട്ട് കുറച്ചും കൂടി ഒന്ന് കളർ മാറും, അപ്പോഴാണ് അത് ക്രിസ്പി ആവണേ. അപ്പം അത് വാരി കഴിഞ്ഞു. ഇതാണ് പ്ലേറ്റിലിരിക്കുമ്പോഴുള്ള കളറ്. ഇനി നമുക്ക് കാഷ്നട്ട് അതേ ഓയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ചൂടായ കാരണം പെട്ടെന്ന് തന്നെ ആവും, അപ്പോൾ നോക്കി നിൽക്കണം, കരിഞ്ഞു പോകരുത്. അനിയൻസ് ഫ്രൈ ചെയ്ത് വെക്കണ പോലെ കാഷ്നട്ടും നമുക്ക് മുന്നേ ഫ്രൈ ചെയ്ത് വെക്കാം. പക്ഷെ ഇത് ഇടയ്ക്ക് പറക്കി തിന്നില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അത് ഫ്രൈ ചെയ്ത് വെച്ചാൽ മതി. നമ്മുടെ കാഷ്നട്ട്സായി. ഇനി ഉണക്കമുന്തിരി ഫ്രൈ ചെയ്തെടുക്കാം. അത് പെട്ടെന്ന് തന്നെ ആവും, അപ്പോൾ ഇട്ട് പെട്ടെന്ന് തന്നെ വാരിയെടുക്കാം. ഒരു മിനിറ്റ് പോലും എടുത്തില്ല, നമ്മുടെ റേസിൻസ് റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ പ്രിപ്പറേഷൻ തുടങ്ങാം. ആദ്യം തന്നെ ഒരു പാത്രം വെച്ച് അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് ചൂടാക്കി. അതിലേക്ക് ഓണിയൻസ് ആഡ് ചെയ്യാം. ഒരു ഓണിയനാണ് നമ്മൾ ചിക്കൻ ഗ്രേവിക്ക് വേണ്ടി യൂസ് ചെയ്യണത്. അതിനെ നമുക്കിനി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ നമ്മൾ റെഡ് ചില്ലി അല്ലെങ്കിൽ മുളക് പൊടി യൂസ് ചെയ്യണില്ല. അതിൻ്റെ പകരമായിട്ട് പച്ചമുളക് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ഇൻഗ്രീഡിയൻസിൽ പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ ഇഞ്ചിയും, ഇത് മൂന്നും നമ്മൾ ക്രഷ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് ആ പച്ചക്കുത്ത് മാറുന്ന വരെ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. അതുപോലെ ഈ റെസിപ്പിയിൽ നമ്മൾ മുളക് പൊടി യൂസ് ചെയ്യണില്ല. ഇതിൻ്റെ എരിവ് വരുന്നത് മുഴുവൻ നമ്മുടെ പച്ചമുളകിലാണ്. ഗാർലിക്കും ആ പച്ചമുളകിൻ്റെ ഒക്കെ പച്ച കുത്ത് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ടേമറിക് ആഡ് ചെയ്യാം. നമ്മുടെ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്യണത്. അതിനോടൊപ്പം തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കാൻ യൂസ് ചെയ്യണ നമ്മുടെ ബിരിയാണി മസാല 2 സ്പൂൺ ആഡ് ചെയ്യാം. തലശ്ശേരി ബിരിയാണി മസാലയുടെ റെസിപ്പി വേണ്ടവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അടുത്തത് കഴുകി വെച്ചിരുന്ന ചിക്കൻ ആഡ് ചെയ്യാം. നമ്മൾ ഈ ചിക്കൻ നേരത്തെ മസാല ഇട്ട് വെക്കണമെന്നില്ല. പിന്നെ ചിക്കൻ സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു പ്രീ മാരിനേഷൻ ഉണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കാം. ചിക്കനിന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് വെച്ച് വേവിച്ചാൽ മതി. നമ്മൾ പ്രീ മാരിനേഷൻ ചെയ്ത കാരണം നമ്മുടെ ചിക്കൻ പെട്ടെന്ന് തന്നെ വേവും. നമ്മുടെ സ്വന്തം എന്ന് കരുതുന്ന നമ്മുടെ ബിരിയാണി ശരിക്കും അതിൻ്റെ ഒറിജിൻ ഇന്ത്യ അല്ല. ശരിക്കും അതിൻ്റെ ഒറിജിൻ പേർഷ്യയിൽ നിന്ന് വന്നു എന്നാണ് പറയുന്നത്. മുഗൾ ഭരണകാലത്ത് ചക്രവർത്തിമാരുടെ ഭക്ഷണമായിട്ടാണ് ഇത് ഇന്ത്യയിലേക്ക് വരുന്നത്. അവിടെ നിന്നും അത് പതുക്കെ ബാക്കി നാട്ടുരാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. അങ്ങനെ ലോക്കലായി വന്നപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ഓരോ രുചികളായി. ഹൈദരാബാദ്, കൊൽക്കത്ത, അർക്കോട്ട്, ബോംബെ എന്ന് പലയിടങ്ങളിൽ നമുക്ക് സ്പെഷ്യൽ ബിരിയാണീസ് ഉണ്ട്. പക്ഷെ നമ്മുടെ തലശ്ശേരി ബിരിയാണിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൈമ റൈസാണ്. ചിക്കനിലേക്ക് ഈ ബാക്കിയുള്ള ഐറ്റംസ് ആഡ് ചെയ്യാം. തൈര്, പിന്നെ ഒരു അര നാരങ്ങയുടെ നീര്, പിന്നെ നമ്മൾ ആദ്യം കാണിച്ച ഇലകൾ കട്ട് ചെയ്ത് വെച്ചത്. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. തൈരൊക്കെ നല്ലോണം മിക്സ് ആവണം. ണ്ട് ഇതിലേക്ക് നമ്മൾ ഇനി അടുത്ത് ചേർക്കാൻ പോണത് ടൊമാറ്റോ ആണ്. ഇത് ഇപ്പം തന്നെ നമ്മുടെ ചിക്കന് നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. എൻ്റെ അറിവിൽ കേരളത്തിൽ ഉള്ള ബിരിയാണികളിൽ പിസ്ത ഉപയോഗിക്കുന്നത് നമ്മുടെ തലശ്ശേരി ബിരിയാണിയിൽ മാത്രമാണ്. ഇത് വേറെ ഏതെങ്കിലും ബിരിയാണിയിൽ യൂസ് ചെയ്യണോ അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് പിസ്ത പ്രിപ്പയർ ചെയ്യാം. ഒരു ഒനിയൻ ഫ്രൈ ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള ഇതൊക്കെ കൂടി നമുക്ക് ഒന്ന് കൈ കൊണ്ട് ക്രഷ് ചെയ്തെടുക്കാം. ഈ ക്രഷ് ചെയ്ത ഒനിയനാണ് നമ്മൾ പിസ്ത എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് നമ്മുടെ ഗ്രേവിയിലേക്ക് ചേർത്താം.
ഇനി ഇതിലേക്ക് നമ്മുടെ പിസ്ത ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇതാ ഇപ്പോൾ തലശ്ശേരി ബിരിയാണിയുടെ ടിപ്പിക്കൽ ഫ്ലേവർ വന്നു തുടങ്ങിയിട്ടുണ്ട്. ചിക്കൻ ഏകദേശം ആയി തുടങ്ങി. ഇനി നമ്മുടെ കൈമ റൈസ് നല്ലോണം കഴുകിയിട്ട് ഒരു 3 പ്രാവശ്യമെങ്കിലും കഴുകിയിട്ട് നമുക്കൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് വയ്ക്കാം. ഈ ബിരിയാണിക്ക് റൈസ് എടുക്കുമ്പോൾ ഒരു 2 കപ്പ് റൈസിന് 3 കപ്പ് വെള്ളം എന്നുള്ള ഒരു കണക്കാണ്. അടുത്ത് നമുക്ക് റൈസ് പ്രിപ്പയർ ചെയ്യാം. റൈസ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ ഗീ എടുക്കാം. അതിലേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച ഓയിൽ, അതിലൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ എടുക്കാം. നമ്മുടെ സ്പൈസസ് പട്ടയും ഏലക്കായും കൂടി അതിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഓനിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് അധികം ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഇതിലേക്ക് നമ്മൾ ഒരു 3 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ വെള്ളത്തിനൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് കഴിയുമ്പോൾ നമുക്കതിലേക്ക് റൈസിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് എപ്പോഴും ഇച്ചിരി മുന്നോട്ട് നിൽക്കണം, അപ്പോഴാണ് റൈസിൽ കറക്റ്റായിട്ട് ഉപ്പ് ഉണ്ടാവുക. ഇതൊരു 5 മിനിറ്റ് നേരം നമുക്ക് അടിച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ ഓനിയൻസ് ഒക്കെ നല്ലോണം സോഫ്റ്റ് ആവും. പിന്നെ നമ്മുടെ ഏലക്കും സിനമൺ സ്റ്റിക്കിൻ്റെ ഒക്കെ ആ ഫ്ലേവർ നല്ലോണം നമ്മുടെ റൈസിന് കിട്ടും. ഈ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ റൈസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഊറ്റി വെച്ച റൈസ് ചേർത്ത് കൊടുക്കാം. ഇതുകൊണ്ട് ഇളക്കി കൊടുത്തിട്ട് നല്ല തിള വരുമ്പോൾ നമുക്ക് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അടിച്ച് വയ്ക്കാൻ മറക്കരുത്. അതേപോലെ പല റൈസിന് പല വേവാണ്. അപ്പോൾ ഈ റൈസിന്, ഞങ്ങളെടുത്ത റൈസിന് ഒരു 10 മിനിറ്റാണ് വേണ്ടി വന്ന് വേവാൻ. ഇനി ഈ റൈസിന് ഫോർക്ക് കൊണ്ടൊന്ന് ഫ്ലഫ് ചെയ്ത് കൊടുക്കാം. മാക്സിമം ഒരു ഫോർക്ക് തന്നെ ഉപയോഗിക്കാൻ നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ റൈസ് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. റൈസിന് ഇപ്പം നല്ല മണം വരുന്നുണ്ട്. നമുക്കിപ്പോൾ തന്നെ കഴിക്കാൻ തോന്നും, പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പുറത്ത് നമ്മുടെ ചിക്കൻ റെഡിയാണ്. ഇനി നമുക്ക് ദം ചെയ്യാൻ തുടങ്ങാം. ഇപ്പം നമ്മുടെ ടൊമാറ്റോയും മസാലയൊക്കെ നല്ലോണം ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. ഗ്രേവി തിക്കായിട്ടുമുണ്ട്. ഇത് എത്ര തിക്നെസ് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൂടി അതിനെ തുറന്ന് വെച്ച് ഈ തിക്കാവണ വരെ വേവിച്ചെടുക്കാം. ഇത് ഒട്ടും അടിയിൽ പിടിച്ചിട്ടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളൊരു ചൂട് കട്ടിയുള്ള പാത്രമാണ് യൂസ് ചെയ്യണത്. ആദ്യ ലെയറായിട്ട് ചോറിൻ്റെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ സിനമനും കാർഡമനും ഒക്കെ നമുക്ക് ഇപ്പോൾ എടുത്ത് കളയാം, അല്ലെങ്കിൽ നമ്മൾ ബിരിയാണി കഴിക്കുമ്പോൾ അത് കടിക്കും. റൈസിന് മീതെ ഒരു സ്പൂണ് ഗീ ഒഴിച്ചു കൊടുക്കുകയാണ്. മുൻപ് പറഞ്ഞ പോലെ ബിരിയാണി രാജാക്കന്മാരുടെ ഭക്ഷണമായിരുന്ന കാരണം അത് വളരെ റിച്ച് ആയിട്ടാണ് ഉണ്ടാക്കാറ്. ഒരു 1/2 ടീസ്പൂൺ തലശ്ശേരി ബിരിയാണി മസാല ഞാൻ ഇതിൻ്റെ മീതെ കൂടെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ല, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തല്ലോ അല്ലേ? ഇല്ലാത്തവരില്ലെങ്കിൽ ഇപ്പം തന്നെ ചെയ്യണേ. ഇനി ഫ്രൈഡ് ഓണിയൻ ചേർത്ത് കൊടുക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മുടെ ബിരിയാണിക്ക് ഒരു ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്ലേവർ കൊടുക്കും. അതിന് മീതെ കൂടെ നമ്മുടെ ഇലകളും ഇതൊക്കെ പകുതി ഞാൻ ചേർക്കണേ. അടുത്ത ലെയറിൽ ബാക്കിയുള്ളതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പകുതി കാഷ്നട്ട് കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കുഴിമന്തിയുടെ വീഡിയോ കണ്ടിട്ട് പല കൂട്ടുകാരും ചോദിച്ചായിരുന്നു ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഓവർസീസും നാട്ടിലൊക്കെ എവിടെ അവൈലബിൾ എന്ന്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള കൈമ റൈസ് അതുപോലെയുള്ള ഇൻഗ്രീഡിയൻസ് എവിടെ കിട്ടുമെന്ന് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ലെയർ റൈസും കൂടി ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാക്കിയുള്ള ഗാർണിഷ് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗീ. ഞാനിവിടെ ലാവിഷായിട്ട് ഗീ ചേർത്തിട്ടുണ്ട്. പക്ഷെ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ ആണെങ്കിൽ ഗീ കുറയ്ക്കാം. പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നല്ലോണം ഗീ ചേർക്കാം. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി നമുക്ക് മുകളിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ബാക്കി ഓനിയൻ ചേർത്ത് കൊടുക്കാം.
താങ്ക്സ് ഫോർ വാച്ചിങ് our വീഡിയോ. പ്ലീസ് ലൈക്ക് ആൻഡ് കമൻറ്റ്. പുതിയ റെസിപ്പീസുമായി ഞങ്ങൾ വീണ്ടും വരാം.